പ്ലെയിൻ ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് വൈലറ്റ് കട്ട് ബീഡ്, വൈറ്റ് കട്ട് ബീഡ്. ഇത് വൈറ്റ് കട്ട് ബീഡാണ്. പിന്നെ നമുക്ക് ഷുഗർ ബീഡ് വേണം. ഇത് വൈറ്റ് കളറുള്ള ഷുഗർ ബീഡാണ്. പിന്നെ ഞാൻ സീക്വൻസ് എടുത്തിട്ടുണ്ട്, ലൈലാക്ക് കളർ അല്ലെങ്കിൽ വൈലറ്റ് കളറുള്ള സീക്വൻസ്. പിന്നെ ഫ്ലവർ സീക്വൻസും എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് കളറുള്ള ഫ്ലവർ സീക്വൻസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എംബ്രോയ്ഡറിയുടെ പാറ്റേൺ വരുന്നത്. അപ്പം ഞാൻ ഈ വരച്ചേക്കുന്നത് ഇതാണ് നെക്ക് വരുന്നത്. നെക്കിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചസ് എടുത്തിട്ട് ഇവിടെ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരും. ഫ്ലവറും ലീഫും ഒക്കെ നമുക്ക് എന്നിട്ട് മുകളിലേക്ക് വേണം വരച്ചു കൊടുക്കാനായിട്ട്. ആദ്യം സ്കാലപ്പ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എടുത്ത ശേഷം അതിലേക്കൊരു കട്ട് ബീഡ് എടുക്കുവാണ്. എന്നിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഓരോരോ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് നമ്മളിവിടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി സ്റ്റെമ്മാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ നമ്മൾ വൈറ്റ് കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിലെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 കട്ട് ബീഡ് ഒന്നിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ബീഡ് എടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് നമുക്ക് ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്ത ലീഫ് ചെയ്യുമ്പോൾ വൈലറ്റ് കട്ട് ബീഡാണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ലീഫിൽ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം വൈറ്റ് ആണെങ്കിൽ പിന്നെ വൈലറ്റ്, അങ്ങനെ മാറ്റി മാറ്റി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി വേറൊരു ടൈപ്പ് ലീഫും കൂടെ ഉണ്ട്. ആ ലീഫ് ചെയ്യാനും ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് തന്നെ നീഡിലെടുത്തിട്ട് ഒരു 4 കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സാറ്റിൻ ലീഫ് സ്റ്റിച്ച് നമ്മൾ ചെയ്യാറില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ബീഡ്സ് വെച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു. ഇനി അതിൻ്റെ തൊട്ട് വലത്ത് വശത്ത് നിന്ന് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ നീഡിലെടുക്കുവാണ്. എന്നിട്ട് അവിടെയും 4 കട്ട് ബീഡ് എടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ റൈറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇനി എടുക്കാൻ പോകുന്നത് ലെഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ വേണം ചെയ്ത് പോരാനായിട്ട്.
ഇനി നമ്മളിവിടെ ഒരു ബഡ് പോലെ വരുന്നുണ്ട്, അവിടെ നമ്മൾ ഷുഗർ ബീഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. വൈറ്റ് ഷുഗർ ബീഡ് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി ആ ബഡിൻ്റെ ഇൻസൈഡ് നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് ഫില്ല് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഒരു ചെറിയ ഫ്ലവർ വരുന്നുണ്ട്, അവിടെ നമ്മൾ ഈ ഫ്ലവർ സീക്വൻസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവർ സീക്വൻസ് ആദ്യം ഇതുപോലെ നീഡിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു റൗണ്ട് ബീഡ്, വൈറ്റ് റൗണ്ട് ബീഡും കൂടെ വെച്ച് കൊടുക്കുകയാണ്. വെച്ചിട്ട് വേണം നീഡിൽ താഴ്ത്തി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഫ്ലവർ സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ആ വലിയ റൗണ്ടിൻ്റെ പോർഷനാണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒരു സീക്വൻസ് എടുക്കുവാണ്. വയലറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, അത് ആ റൗണ്ടിൻ്റെ ബോർഡറിലൂടെ വെച്ച് കൊടുക്കുവാണ് ആദ്യം. ഫസ്റ്റ് റോ നമ്മൾ സീക്വൻസ് വെച്ച് കഴിഞ്ഞു. ഇനി നീഡിൽ ഇത് ഈ ഒരു പോർഷനിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 2 സീക്വൻസിൻ്റെ നടുക്കായിട്ട് വേണം അടുത്ത് ഈ ഒരു സെക്കൻഡ് റോയിൽ സീക്വൻസ് വരാനായിട്ട്. അങ്ങനെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു പേളും കൂടെ വെച്ച് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ കുർത്തി ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല കളറും നല്ല കോമ്പിനേഷനും ഒക്കെയാണ് വന്നേക്കുന്നത്. നമുക്ക് പാർട്ടിക്കാണെങ്കിലും പോകുമ്പം ഇതുപോലത്തെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. കുറച്ച് സമയം വേണം, കാരണം കുറേ അധികം വർക്ക് നമുക്കിതിൽ ചെയ്യാനുണ്ട്. എന്നാലും എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.